Hi all, today I am dealing with the subject computer networks, module 6. Okay, so in the module 6 we are focusing on two layers. One is transport layer and the second one is an application layer. I think you are familiar with the terms for the transport layer and application layer. Transport layer is in both TCP IP as well as an OSI layer. രണ്ടിലുള്ളതാണ് transport layer. So now first we are going to study about two things. One is TCP services, what are the transport layer services, and also what are the transport layer service primitives. So we are focusing on two areas. One is transport layer services and another one is a transport layer service primitives. So let's start. So we all know that transport layer lies between network layer and application layer. Okay, so transport layer always lies between the upper portion there is an application layer, and between in the down portion network layer is there, and in between this application and network layer there is a transport layer. Okay, there is a transport layer. So the packet from the network layer will send to transport layer. When a transport layer get a packet, that packet will send directly to the application layer. So let's see more depth of that. Transport layer provides communication service between source machine and destination machine. ഓക്കെ, അപ്പം സോഴ്സും കാണും, ഇവിടെ ഒരു സോഴ്സും കാണും, ഒരു ഡെസ്റ്റിനേഷൻ മെഷീനും കാണും. ഈ സോഴ്സിൽ നിന്നും ഒരു പാക്കറ്റ് ഏതിനകത്തേക്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം? ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നെറ്റ്വർക്ക്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇപ്പം നെറ്റ്വർക്ക് ലെയറും അത് തന്നെയല്ലേ ചെയ്യുന്നത്? ഒരു സോഴ്സ് മെഷീനിൽ നിന്നും അടുത്തൊരു ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് തന്നെയാണ് നെറ്റ്വർക്ക് ലെയറും സെൻഡ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ട്രാൻസ്പോർട്ട് ലെയറിൽ? എന്താ അതിൻ്റെ ഡിഫറൻസ്? അതായത് ഇപ്പോൾ ആപ്ലിക്കേഷൻ, നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നും പിന്നെ ആർക്കാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യേണ്ടത്? നമുക്ക് ആപ്ലിക്കേഷൻ ലെയറിലേക്കാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് ലെയർ യൂസ് ചെയ്തിട്ട് രണ്ട് ഹോസ്റ്റുകൾ തമ്മിലാണ് കണക്റ്റ് ആകുന്നത്. ഓക്കെ, രണ്ട് ഹോസ്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻ സർവീസ് പോസിബിൾ ആയിരിക്കും. നെറ്റ്വർക്ക് ആണെങ്കിൽ ഇതിനൊരു IP അഡ്രസ്സ്, ഇതിനൊരു IP അഡ്രസ്സ്, രണ്ട് ഡിഫറെൻറ്റ് IP അഡ്രസ്സ്, രണ്ട് നെറ്റ്വർക്കിനകത്തിരിക്കുന്ന രണ്ട് മെഷീൻസ്, ഹോസ്റ്റ് മെഷീൻസുകൾ തമ്മിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് ദിസ് ഇസ് എ സോഴ്സ് മെഷീൻ ആൻഡ് ദിസ് ഇസ് എ ഡെസ്റ്റിനേഷൻ മെഷീൻ. ഇനി ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ട്രാൻസ്പോർട്ട് ലെയറിന് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? ആപ്ലിക്കേഷൻ ലെയറിൽ. സോ ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൽ അതായത് ഈ ഹോസ്റ്റിലുള്ള ആള് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, വി നീഡ് ടു സെൻഡ് ദാറ്റ് പാക്കറ്റ് ടു എ പ്രോസസ് റണ്ണിങ് ഇൻ ദി ഹോസ്റ്റ് മെഷീൻ. ഹോസ്റ്റ് മെഷീനിൽ റൺ ചെയ്യുന്ന, ദാറ്റ് മീൻസ് ഇൻ ദ ഡെസ്റ്റിനേഷൻ മെഷീനിൽ റണ്ണ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ലെയർ അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ രണ്ട് മെഷീൻസുകൾ തമ്മിലുള്ള കണക്ഷൻസ്, അതായത് ഒരു ഡേറ്റ അടുത്ത ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യുന്നു. വേർ ആസ് ഇൻ ദ കേസ് ഓഫ് എ ട്രാൻസ്പോർട്ട് ലെയർ ഇവിടെ കിടക്കുന്നത്, അതായത് ഇങ്ങനെയാണ് പോകുന്നത്, ഇത് ഇത്രയാണ് എന്ന് വിചാരിക്കുക. ഇതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് വരുന്ന, അതായത് ആപ്ലിക്കേഷൻ ലെയർ ഇൻ ദ സെൻസ് ഒരു സിസ്റ്റത്തിനകത്ത് കിടക്കുന്ന ഒരു പ്രോസസ്സ് ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ഏതിലേക്കാണ് സെൻഡ് ചെയ്യുക? ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡേറ്റനെ അടുത്ത വേറൊരു ഹോസ്റ്റ് മെഷീൻ, ഡെസ്റ്റിനേഷൻ മെഷീനിൻ്റെ പ്രോസസ്സിനകത്തേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നേരെ കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യും ട്രാൻസ്പോർട്ട് ലെയറുമായിട്ട്. എന്നിട്ട് ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ലെയർ ആ പറയുന്ന ഹോസ്റ്റ് മെഷീനിൽ, ഡെസ്റ്റിനേഷൻ മെഷീനിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് പ്രോസസ്സിനകത്തേക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ മെഷീൻ മൾട്ടിപ്പിൾ പ്രോസസ്സ് റണ്ണിങ് ആയിരിക്കും. അതിൽ ഏത് പ്രോസസ്സാണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്, ഏത് പ്രോസസ്സിലേക്കാണോ സെൻഡ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ലെയർ വർക്ക് ആവുന്നത്.
So what is the ultimate goal of the transport layer? It is the heart of the whole protocol hierarchy. Its task is to provide efficient, reliable, cost-effective data transport from source machine to the destination machine. This all the terms are very important. It provides efficient, reliable, cost-effective data transport. Okay, we will see all the details later. Then, independently of the physical layer or network layer currently in use. Okay, so let's start. What are the services that is offered by the transport layer? So transport layer offering a service under. We already told that transport layer is sending the messages from process to process. That means process to process communication. That is the first services, okay, of the transport layer. So first service is process to process communication. Second one is addressing port numbers. Port numbers, we are studying about why we need port numbers in the transport layer. നമ്മൾ port numbers use ചെയ്തിട്ടുണ്ട്. അടുത്ത third type of a service is encapsulation and decapsulation. Fourth is multiplexing and demultiplexing. Fifth one is flow control. I hope that you are familiar with the terms flow control and error control, then congestion control, then connectionless and connection oriented service. Okay, so in the case of a transport layer, we are studying two types of protocols. Okay, we need to study two types of protocols, that is TCP and UDP. Okay, we are first going to focus on the transport layer services. Then we need to study about the protocols that are using in transport layer. There are two types of protocols in the transport layer. Not two types, there are total three types. You need to study only two, that is TCP and UDP. Okay, next one is we need to focus on process to process communication. That is a first service. Process is an application layer entity running program. Application layerൽ റൺ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി, ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതാണ് ആപ്ലിക്കേഷൻ ലെയർ എങ്കിൽ ഈ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് സോഴ്സ് മെഷീനിൽ റണ്ണിങ് ആയിരിക്കും. ഈ പറയുന്ന ഒരു പ്രോസസ്സിൽ നിന്നായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ലെയർ എൻറ്റിറ്റി. പ്രോസസ്സ് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ ലെയർ എൻറ്റിറ്റിയാണ്. ട്രാൻസ്പോർട്ട് ലെയർ എന്താണ് ജോലി? ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെലിവറിങ് ദ മെസ്സേജ് ടു ദി അപ്രോപ്രിയേറ്റ് പ്രോസസ്. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് തരുന്ന ഒരു മെസ്സേജിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ മെഷീനിൽ റൺ ചെയ്യുന്ന പ്രോസസ്സിനകത്തേക്ക് ഡെലിവർ ചെയ്യണം. ഇതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടി. സോ ഈ പിക്ചർ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. അതായത് ഇതൊരു ക്ലയൻറ്റ് മെഷീൻ, ഇത് സെർവർ മെഷീൻ. ഓക്കെ, ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ക്ലയൻറ്റിൽ നിന്നും സെർവറിനകത്തേക്ക്, ക്ലയൻറ്റിൻ്റെ ഒരു IP അഡ്രസ് ആയിരിക്കും, സെർവറിൻ്റെ ഒരു IP അഡ്രസ് ആയിരിക്കും. സോ വി ആർ connecting two machines, source machine as well as a destination machine in the network layer. ഇതാണ് ഡൊമൈൻ ഓഫ് നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ. നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോളിൽ നടക്കുന്നത് ഒരു ക്ലയൻറ്റ് മെഷീനെയും സെർവർ മെഷീനെയും തമ്മിൽ കണക്ട് ചെയ്യുക. ഇനി ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളിൽ നടക്കുന്നത് ക്ലയൻറ്റ് മെഷീനിൽ റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനകത്തേക്കും സെർവർ മെഷീനിൽ റൺ ചെയ്യുന്ന വേറെ പ്രോസസ്സിനകത്തേക്കും കണക്ഷൻ എസ്റ്റാബ്ലിഷ് നടത്തുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, so network layer will identify the destination machine to which a message has to be delivered. So this network layer will identify the IP addresses to which the networks or the packet need to be sent. That means we will first connect the source machine with the destination machine using the IP address. Note down ചെയ്യണം. നെറ്റ്വർക്കിനാണെങ്കിൽ നമ്മൾ IP address ആണ് യൂസ് ചെയ്യുന്നത്. When the message reaches destination machine, suppose if the message reaches the destination machine, we need to identify to which process we need to deliver the corresponding message. So suppose the destination machine is running various types of processes like SMTP, HTTP പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് റൺ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഏത് പ്രോസസ്സിനകത്തേക്കായിരിക്കും കൊടുക്കേണ്ടതെന്ന് ആര് ഡിസൈഡ് ചെയ്യും? നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി. See, when the message reaches destination machine, that machine may be running multiple processes like HTTP process, SMTP process. It is the responsibility of the transport layer to identify the correct process to which a message has to be delivered. So this is called process to process communication.
Okay, the main duty of the network layer is to find out the destination machine as well as the source machine. Okay, if then what is the duty of the transport layer? Transport layer need to find out the transport layer is used to get the connection between different processors running in different machines. Okay, so next one is addressing port number. This is the second primitive. This is the second services of a transport layer, that is addressing port numbers. So process-to-process communication usually follows client-server paradigm. Process-to-process communication മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ്. ലോക്കൽ ഹോസ്റ്റ് വിച്ച് ഈസ് കോൾഡ് എ ക്ലയൻറ്റ് മേ റിക്വസ്റ്റ് എ സർവീസ് ഓഫ് എ റിമോട്ട് ഹോസ്റ്റ് വിച്ച് ഈസ് കോൾഡ് എ സെർവർ. ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരാൾ റിമോട്ട് ഹോസ്റ്റായി സെർവറിനകത്തേക്ക് ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നു. Okay, a local host which is called a client may request a service of a remote host which is called a server. That is why we clearly mention here it is that client server paradigm. Okay. So how we can identify the host? Hosts are identified by their IP addresses. When the message reaches a destination hostil എത്തിക്കഴിഞ്ഞാൽ, okay, നെറ്റ്വർക്ക് ലെയറിനകത്ത് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ പറയുന്ന ഹോസ്റ്റ് ഇറ്റ് മീൻ റണ്ണിങ് ഡിഫറെൻറ്റ് പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ടാവും. സോ ദ മെസ്സേജ് ഷുഡ് ബി ഡെലിവർ ടു ദി അപ്രോപ്രിയേറ്റ് പ്രോസസ്സിന് ഡെലിവർ ചെയ്യണം. ടു ഐഡൻറ്റിഫൈ ദ പ്രോസസ്സ്, അപ്പോൾ ആ പറയുന്ന പ്രോസസ്സിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പോർട്ട് നമ്പർ വേണം. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? To make a connection in a transport layer, the transport layer requires IP address as well as the port number. So IP address are needed to connect to different machine as well as the port numbers are used to identify to which they identify the processes running in the different host machine. Okay. So the transport layer requires both the port number as well as the IP address. Okay. അതിന് നമ്മൾ വേറൊരു ടേം വിളിക്കും. It is called the socket. We will discuss it later. അപ്പോൾ പോർട്സ് ആർ ഐഡൻറ്റിഫൈ ബൈ പോർട്ട് നമ്പേഴ്സ് വെച്ചിട്ടാണ് പോർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പോർട്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഓരോ പോർട്സിനും ഓരോ പോർട്ട് നമ്പേഴ്സ് കാണും. സോ ഇൻ ദ ടി സി പി ഐ പിയിലാണെങ്കിൽ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ടി സി പി ഐ പിയിൽ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ ബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ വേരി ഫ്രം 0 to 65,535 വരെ വേരി ചെയ്യാം. അങ്ങനെയുള്ള 16 ബിറ്റ് ഫോമിലായിരിക്കും നമ്മുടെ പോർട്ട് നമ്പേഴ്സ് ഇരിക്കുന്നത്. ഓക്കെ, ഇൻ എ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ബോത്ത് ദി ക്ലയൻറ്റ് ആൻഡ് ദ സെർവർ ഷുഡ് ബി അസൈൻ പോർട്ട് നമ്പർ. Okay, in order to make a client-server communication very effectively, both the client and the server need the port numbers. ക്ലയൻറ്റും സ്പെസിഫൈ ചെയ്തിരിക്കണം, സെർവറും സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ആരാണ് ഹു ഈസ് റണ്ണിങ് ഫസ്റ്റ്? വെൻ ക്ലയൻറ്റ് സിസ്റ്റം ആക്ച്വലി ഇനിഷ്യേറ്റിംഗ് ദ പ്രോസസ് ആണല്ലോ. സോ വെൻ ക്ലയൻറ്റ് സിസ്റ്റം സ്റ്റാർട്ട്സ് റണ്ണിങ് ഇറ്റ് വിൽ ആസ്ക്. അപ്പം ക്ലയൻറ്റ് സിസ്റ്റമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ആദ്യമേ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സിസ്റ്റത്തിന് ഒരു പോർട്ട് നമ്പർ ആവശ്യമാണ്. ദാറ്റ് മീൻസ് ആ പ്രോസസ്സ് വേറൊരു പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സെൻറ്ററിലിരിക്കുന്ന പ്രോസസ്സിന് ഒരു പോർട്ട് നമ്പർ വേണം. So the client system will ask the operating system to provide a port number. Operating system എടുത്ത് പറയാൻ എനിക്കൊരു പോർട്ട് നമ്പർ വേണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ റാൻഡംലി ചൂസ് വൺ പോർട്ട് നമ്പർ കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം ക്ലയൻറ്റ്സ് ഈസ് ഓൾവേസ് യൂസിങ് എഫിമറൽ പോർട്ട് നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. Okay, why? Because operating system will randomly choose a port number for the client process. Thus, client uses ephemeral port numbers. Whereas in the case of a client-server communication, client should specify the port numbers. Client-server communication possible ആകണം എന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അതായത് സോഴ്സിൻ്റെ, അതായത് അയാളുടെ പോർട്ട് നമ്പറും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് അതായത് ഡെസ്റ്റിനേഷൻ മെഷീനിൽ ഏത് പോർട്ട് നമ്പറിലേക്കാണ് നമ്മുടെ ഡേറ്റ സെൻഡ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ ഈ ഡെസ്റ്റിനേഷൻ്റെ പോർട്ട് നമ്പേഴ്സ് ആരാണ് ചൂസ് ചെയ്യുന്നത്? സെർവറാണ് യൂസ് ചെയ്യുന്നത്. സെർവേഴ്സ് യൂസ് വെൽ നോൺ പോർട്ട് നമ്പേഴ്സ്. അതായത് ക്ലയൻറ്റിൽ നിന്നും ഒരു സെർവറിനകത്തേക്കാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ക്ലയൻറ്റിൽ നിന്നും സെർവറിനകത്തേക്ക്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പോർട്ട് നമ്പർ ക്ലയൻറ്റ് വിൽ ആസ്ക് ഫോർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ randomly choose one port number to the client. Whereas in the case of a server, in order to make a connection establishment, server you always use a well-known port numbers. Okay, whereas client is using ephemeral port number. So see, this is the figure of that one. Adayada here is a client server communication is happening. Let us consider that these are processes. Okay,
processes running in a host in a source machine. So suppose a processor, first this client processor will request the operating system to get a port number. So operating system will randomly choose and assign a port number, that is 52,000 for the corresponding client process. Client processന് ഏതാ കൊടുത്തത് 52,000 കൊടുത്തിട്ടുണ്ട് port number, and this is actually happening in the transport layer ലാണ് നടക്കുന്നത്. This transport layer start to send the data to അടുത്ത മെഷീനിലെ ലെയറിലേക്ക് സെൻഡ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇൻ വെൻ റിച്ചസ് ദി ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തിക്കഴിയുമ്പോൾ സെയിം സെർവറിന് നമ്മുടെ ക്ലയൻറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെർവറിൻ്റെ ഏത് പോർട്ട് നമ്പറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആക്ച്വലി 13 ഈസ് എ വെൽ നോൺ പോർട്ട് നമ്പർ, വെറാസ് 52,000 ഈസ് എ എഫിമറൽ പോർട്ട് നമ്പർ. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് പോർട്ട് നമ്പറിൽ നിന്നുള്ള ആളിനെ ഡേറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ വി ആർ സ്പെസിഫൈങ് 2 പോർട്ട് നമ്പേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് 52,000 ഈസ് എ ക്ലയൻറ്റ് പോർട്ട് നമ്പർ ആൻഡ് 13 ഈസ് എ സെർവർ പോർട്ട് നമ്പർ ആണ്. ഓക്കെ, ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കറസ്പോണ്ടിങ് 13 എന്ന് പറയുന്ന പോർട്ട് നമ്പറിലുള്ള പ്രോസസ്സിന്, സെർവറിൽ ഇരിക്കുന്ന പ്രോസസ്സിനകത്തേക്ക് ഡേറ്റ സെൻഡ് ചെയ്തു, വിച്ച് ഈസ് ഓൾസോ ഇൻ ദ ട്രാൻസ്പോർട്ട് ലെയർ. സപ്പോസ് നമ്മൾ എന്തിനാണ് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, രണ്ടുപേരുടെയും പോർട്ട് നമ്പർ അറിയണം എന്ന് പറയുന്നത് ബിക്കോസ് this server want to know the port number of the client if they need to send any data back. നമ്മുടെ സെർവറിന് എന്തെങ്കിലും ഡേറ്റ തിരിച്ചയക്കാനുണ്ടെങ്കിൽ they are using the same port numbers like that. This is the sender port number and this is the destination port number. That means this is the server port number and this is the client port number. അതായത് സെൻഡറിൽ നിന്നും ക്ലയൻറ്റിൻ്റെ 52,000 എന്ന് പറയുന്ന പോർട്ട് നമ്പറിനകത്തേക്ക് ഡേറ്റ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് എന്താണ് നമ്മുടെ അഡ്രസ്സിംഗ് പോർട്ട് നമ്പർ എന്താണ് പറഞ്ഞത്, പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ് സെർവർ പാരാഡിമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മൊത്തത്തിൽ പറഞ്ഞത് ഒരു പോർട്ട്, അതായത് ഒരു പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് ആദ്യമേ എന്ത് ചെയ്യും, വിൽ റിക്വസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറഞ്ഞ് ഒരു എഫിമറൽ പോർട്ട് നമ്പർ ആദ്യമേ ഒബ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് ആ പറയുന്ന പോർട്ട് നമ്പറിൽ നിന്നും ക്ലയൻറ്റ് തന്നെ കറസ്പോണ്ട് സെർവറിൻ്റെ ഏത് പ്രോസസ്സിൻ്റെ പോർട്ട് നമ്പറിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കും. അതായത് സെർവറിൻ്റെ ഏത് പോർട്ട് നമ്പറിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കും. അപ്പോൾ അതും ക്ലയൻറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ IP addresses and the port number? See this picture. Here in the application layer we are providing the application as well as the transport layer. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ട്രാൻസ്പോർട്ട് ലെയറിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്പെസിഫൈ ബോത്ത് ദി IP address ആസ് വെൽ ആസ് ദി പോർട്ട് നമ്പർ. ട്രാൻസ്പോർട്ട് ലെയർ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്പെസിഫൈ ദിസ് ഇസ് ദി IP address ആൻഡ് ദിസ് ഇസ് ദി പോർട്ട് നമ്പർ. രണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം, എങ്കിലേ നമുക്ക് ഡേറ്റ കറസ്പോണ്ടിങ്ങിനകത്തേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ പറയുന്ന മെഷീനിലെ ഈ പറയുന്ന പോർട്ട് നമ്പറിൽ ഡേറ്റ സെൻഡ് ചെയ്യുക, ഇതാണ് മീനിങ്. ഓക്കെ, സോ അതായത് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ സെലക്ട്സ് ദി പ്രോസസ്. ഓക്കെ, പ്രോസസ്സാണ് എന്താണ് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ സെലക്ട് ചെയ്യുന്നത്, അതാണ് 13. അപ്പം ഈ പറയുന്ന 193.14.26.7 എന്ന് പറയുന്ന IP അഡ്രസ്സ് ഉള്ള സിസ്റ്റത്തിനകത്തേക്ക് കണക്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ ആ സിസ്റ്റത്തിൽ കിടക്കുന്ന ട്രാൻസ്പോർട്ട് ലെയറും ആപ്ലിക്കേഷൻ ലെയറുമാണ് അത്. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ, അതായത് ഈ മെഷീനിലേക്ക് നമ്മൾ കയറി, ഇനി എന്താണ് ഈ മെഷീനിൽ കിടക്കുന്ന 13 എന്ന് പറയുന്ന പോർട്ട് നമ്പറിനകത്തേക്കാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. സോ ഇവിടെ നോക്ക്, ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് എന്താണ്, സെർവറിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഏത് IP അഡ്രസ്സിലുള്ള ഏത് സെർവറിനകത്തേക്കാണ് കണക്ട് ആവേണ്ടതെന്ന് IP അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. വേറാസ് ഡെസ്റ്റിനേഷനിൽ കിടക്കുന്ന പോർട്ട് നമ്പർ സെലക്ട് ചെയ്യുന്നത് ഇതിനകത്ത് കിടക്കുന്ന ഏത് പ്രോസസ്സറിനെയാണ് എടുക്കേണ്ടതെന്നാണ്. Okay, so IP address are used to identify different hosts connected on internet. Internetil connect ചെയ്തിരിക്കുന്ന different host നെ identify ചെയ്യാനാണ് നമ്മൾ IP address യൂസ് ചെയ്യുന്നത്. Whereas the port numbers are used to identify different processes running on a single host. Port numbers, we already told that port numbers consisting of 16-bit ranges from 0 to 65,535. 535. Okay, so next one, what is the difference between the IP address and the port number? See this picture. Here in the application layer we are providing the application as well as the transport layer. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ട്രാൻസ്പോർട്ട് ലെയറിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്പെസിഫൈ ബോത്ത് ദി IP address and the port number. ട്രാൻസ്പോർട്ട് ലെയറിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്പെസിഫൈ both the IP address and this is the IP address.
സെയിം തന്നെയാണ്, നമ്മൾ തീർന്നിട്ടില്ല. ഏതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഡ്രസ്സിങ് പോർട്ട് നമ്പേഴ്സാണ്. അതിനകത്ത് അടുത്തതെന്ന് പറഞ്ഞാൽ ഐക്യാൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഈ പറയുന്ന ഐക്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? പോർട്ട് നമ്പേഴ്സിനെ ഡിഫറെൻറ്റ് റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പോർട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to 65,535 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോർട്ട് നമ്പേഴ്സ് അതാണ് നമ്മൾ പറഞ്ഞത്. എഫിമെറൽ പോർട്ട് നമ്പേഴ്സ്, വെൽ നോൺ പോർട്ട് നമ്പേഴ്സ്. ക്ലയൻറ്റ് സെർവർ യൂസ് ചെയ്യുന്നത് വെൽ നോൺ പോർട്ട് നമ്പറാണ്, ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നതെല്ലാം എഫിമെറൽ പോർട്ട് നമ്പേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വി ക്യാൻ ഡിവൈഡ് ദ കംപ്ലീറ്റ് പോർട്ട് നമ്പേഴ്സ് ഇൻറ്റു 3 categories. One is well known port numbers, next is registered port numbers, and third one is dynamic port numbers. So well known port numbers എന്ന് പറയുമ്പോൾ 0 തൊട്ട് 1023 വരെയാണ് well known port numbers, and in the case of a registered ആണെങ്കിൽ 1024 തൊട്ട് 49,151 വരെയാണ് registered. നെക്സ്റ്റ് ഡൈനാമിക് or private എന്ന് പറയുമ്പോൾ 49,152 തൊട്ട് 65,535 വരെയാണ് അടുത്ത പോർട്ട് നമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ IP അഡ്രസ് എന്താണെന്ന് പറഞ്ഞു, നമ്മൾ പോർട്ട് നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി നോക്ക്, ഞാൻ പറഞ്ഞു ഒരു ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ നീഡ് സോക്കറ്റ് അഡ്രസ്. അപ്പോൾ എന്താണ് സോക്കറ്റ് അഡ്രസ്? അതായത് അപ്പോൾ രണ്ട് സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു. ഈ സ്ഥലത്തിൽ നിന്നും അത് 2 മരം, ഈ മരത്തിൽ നിന്നും ഈ മരത്തിലേക്ക് എന്ത് ചെയ്യുവാണ്? ഒരു വയർ കണക്ട് ചെയ്യുവാണ്. അതായത് ഇവിടെ ഒരു എൻ പോയിന്റ് ഉണ്ടാകും, ഇവിടെ ഒരു എൻ പോയിന്റ് ഉണ്ടാകും. ഇത് തന്നെയല്ലേ നമ്മുടെ നെറ്റ്വർക്കിൽ നടക്കുന്നത്? സപ്പോസ് ദിസ് ഈസ് എ പ്രോസസ് റണ്ണിങ് ഇൻ എ ആപ്ലിക്കേഷൻ ലെയർ, ദിസ് ഈസ് അനദർ പ്രോസസ് റണ്ണിങ് ഇൻ ദ ആപ്ലിക്കേഷൻ ലെയർ, ദിസ് ഈസ് സെർവർ ആൻഡ് ദിസ് ഈസ് ദി ക്ലയൻറ്റ്. അപ്പോൾ സെർവറിനും ക്ലയൻറ്റിനും ഒരു പ്രോസസ്സിനകത്തേക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ we have 2 എൻ പോയിന്റ്സുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു എൻ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കണക്ഷൻ്റെ ഓരോ എൻഡിനെയാണ് നമ്മൾ സോക്കറ്റ് എന്ന് പറയുന്നത്. സോ സോക്കറ്റ് ഈസ് എ വൺ എൻഡ് ഓഫ് എ കണക്ഷൻ. ട്രാൻസ്പോർട്ട് ലെയർ റിക്വയർഡ് IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പേഴ്സ് ടു ക്രിയേറ്റ് എ കണക്ഷൻ അല്ലേ? ട്രാൻസ്പോർട്ട് ലെയറിന് IP അഡ്രസ്സും വേണം, പോർട്ട് നമ്പറും വേണം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. സോ സോക്കറ്റ് അഡ്രസ്സിനകത്ത് എന്തൊക്കെ കാണും? ഇതാണ് സോക്കറ്റ് അഡ്രസ്. സോക്കറ്റ് അഡ്രസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോക്കറ്റ് അഡ്രസ്സിൻ്റെ ഒരു സൈഡിൽ IP അഡ്രസ്സും അടുത്തത് പോർട്ട് നമ്പറും കാണും. IP അഡ്രസ്സ് എന്ന് പറയുമ്പം ഇത് ട്രാൻസ്പോർട്ട് ലെയറിന് കിട്ടിക്കഴിഞ്ഞാൽ നേരെ എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന മെഷീനിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഈ പറയുന്ന മെഷീനിൽ ഏത് പോർട്ട് നമ്പർ 69 എന്ന് പറയുന്ന പോർട്ട് നമ്പറിലേക്ക്. അങ്ങനെയാണ് ഒരു എൻ പോയിന്റ് കണക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോക്കറ്റ് അഡ്രസ് അറ്റ് ദ ക്ലയൻറ്റ് വിൽ ഡിഫൈൻ ദ ക്ലയൻറ്റ് പ്രോസസ്. ക്ലയൻറ്റ് സൈഡിൽ ഉണ്ടായിരിക്കും, സെർവർ സൈഡിലും ഉണ്ടായിരിക്കും. ക്ലയൻറ്റ് സൈഡിലെ സോക്കറ്റ് അഡ്രസ്സ് ഡിഫൈൻ ചെയ്യുന്നത് ക്ലയൻറ്റ് പ്രോസസ്സിനെയും, സോക്കറ്റ് അഡ്രസ്സ് അതായത് സെർവറിനകത്തുള്ള സോക്കറ്റ് അഡ്രസ്സ് ഡിഫൈൻ ചെയ്യുന്നത് സെർവർ പ്രോസസ്സിനെ ആയിരിക്കും. ഇതാണ് സോക്കറ്റ് അഡ്രസ്. സോ ഇത്രയുമാണ് നമ്മൾ ഏതിനെ പറ്റി പറയേണ്ടത്? അഡ്രസ്സിങ് പോർട്ട് നമ്പേഴ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ അഡ്രസ്സിങ് പോർട്ട് നമ്പേഴ്സിനെ പറ്റി പറഞ്ഞത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുക. അതുപോലെ എന്താണ് എഫിമെറൽ, ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പോർട്ട് നമ്പേഴ്സ്, സെർവർ യൂസ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പോർട്ട് നമ്പേഴ്സ്, അത് പറഞ്ഞിട്ട് ഈ 2 ഫിഗേഴ്സും വരയ്ക്കുക. പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ IP അഡ്രസ്സസ് ആൻഡ് പോർട്ട് നമ്പർ അതും പറയുക. പിന്നെ പോർട്ട് നമ്പറിനെ മൊത്തത്തിൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ സോക്കറ്റ് അഡ്രസ്സും. ഓക്കെ, സോ അടുത്ത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ സർവീസ് പ്രിമിറ്റീവ്സ്, അതായത് സർവീസസ്, ട്രാൻസ്പോർട്ട് ലെയർ സർവീസ് കഴിഞ്ഞിട്ടില്ല.